കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാത്തിക്കൊണ്ട് ഒരു പുത്തൻ അധ്യായം കുറിക്കപ്പെടുന്നു. മലയാളത്തിന്റെ സ്വന്തം താരങ്ങളായ സഹോദരങ്ങൾ സാലി സാംസണും സഞ്ജു സാംസണും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായി ചുമതലയേൽക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ കായിക ലോകത്ത് തരംഗമായിരിക്കുന്നത്. ടീം ഉടമ ഷുഫാജി മാനുവലാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. സഞ്ജു സാംസൺ ആദ്യമായാണ് KCLന്റെ ഭാഗമാകുന്നത് എന്നതും ഈ സീസണിന് മാറ്റുകൂട്ടുന്നു. സാധാരണയായി കൂടുതൽ അനുഭവ സമ്പത്തും ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങളുമുള്ള താരങ്ങളെയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ചിരപരിചിതമായ ആ പതിവിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ രാജസ്ഥാൻ റോയൽസിന്റെ നായകനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ശ്രദ്ധേയ സാന്നിധ്യവുമായ സഞ്ജു സാംസൺ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനും കഴിഞ്ഞ സീസണിൽ കൊച്ചിയുടെ താരവുമായിരുന്ന സാലി സാംസൺ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കും. ഈ തീരുമാനം ഒരുപാട് ആകാംക്ഷകളാണ് ക്രിക്കറ്റ് പ്രേമികളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. സാലി സാംസൺ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുന്നതും സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആകുന്നതും സഹോദരങ്ങൾക്കിടയിലെ പരസ്പര ധാരണയും ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു. കൂടാതെ സാലിയുടെ നേതൃത്വ പാടവത്തിലുള്ള ടീം മാനേജ്മെന്റ് വിശ്വസ്തതയും ഇത് എടുത്തു കാണിക്കുന്നു. സഞ്ജുവിനെ പോലെ ഒരു ലോകോത്തര താര ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് എത്തുന്നത് സാലിക്കും ടീമിന് വലിയ പിന്തുണയും ആത്മവിശ്വാസവും നൽകുമെന്നത് സംശയമില്ല. ഡ്രഗ്സിൻ റൂമിൽ ഈ സഹോദര ബന്ധം ടീമിന്റെ കെട്ടുറപ്പിനും ഒത്തൊരുമയ്ക്കും എങ്ങനെ ഗുണകരമാകുമെന്ന് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന താരലേലത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 26.8 ലക്ഷം രൂപ എന്ന റെക്കോർഡ് തുകയ്ക്കാണ് സഞ്ജു സാംസണിന് സ്വന്തമാക്കിയത്. ലേലത്തിൽ താരങ്ങൾക്കായി മുടക്കാൻ സാധിക്കുമായിരുന്ന തുകയുടെ പകുതിയിലേക്ക് കൊടുത്താണ് കൊച്ചി സഞ്ജുവിനെ തങ്ങളുടെ പാളയത്തിലെത്തിച്ചത്. ഇത് സഞ്ജുവിനോടുള്ള ടീം മാനേജ്മെന്റ് വിശ്വാസവും അദ്ദേഹത്തിന്റെ താരമൂല്യവും വിളിച്ചോതുന്നു. ഒരു ഫ്രാഞ്ചൈസി ലീഗിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകകളിൽ ഒന്നാണിത്. അതേസമയം സഞ്ജുവിന്റെ ചേട്ടനായ സാലി സാംസനെ വാങ്ങാൻ വെറും 75,000 രൂപ മാത്രമേ കൊച്ചിക്ക് വേണ്ടി വന്നുള്ളൂ. ഈ താരതമ്യം കളിക്കളത്തിലെ പ്രകടനവും വിപണി മൂല്യവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു. എന്നിട്ടും കുറഞ്ഞ തുകയ്ക്ക് ലഭിച്ച സാലിയെ ക്യാപ്റ്റനാക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ നേതൃഗുണങ്ങളിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ്. സാംസൺ സഹോദരങ്ങൾ ഒരു ടീമിൽ ഒന്നിക്കുമ്പോൾ അത് കൊച്ചി ടീം മാനേജ്മെന്റിനും ആരാധകർക്കും വലിയ പ്രതീക്ഷ നൽകുന്നു. തീപാർന്ന പ്രകടനം തന്നെ കാണാനാവുമെന്ന വിശ്വാസത്തിലാണ് എല്ലാവരും. കളിക്കളത്തിൽ ഇവർ തമ്മിലുള്ള സഹകരണം ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ടീമിൽ KM ആസിഫ്, വിനൂപ് മനോഹരൻ, അഖിൽ സത്താർ, ജെറിൻ PS, ആൽഫി ഫ്രാൻസിസ് ജോൺ, നിഖിൽ തോട്ടത്ത് തുടങ്ങിയ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നുണ്ട്. ഇത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ ലീഗിലെ ശക്തരായ ടീമുകൾ ഒന്നാക്കി മാറ്റുന്നു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിലെ ക്യാപ്റ്റൻ പ്രഖ്യാപനത്തിനൊപ്പം മറ്റു ടീമുകളിലെയും പുതിയ മാറ്റങ്ങൾ KCL രണ്ടാം സീസണിന്റെ ആവേശം വർദ്ധിപ്പിക്കുന്നുണ്ട്. ട്രിവാൻഡ്രം റോയൽസിന്റെ മുഖ്യ പരിശീലകനായി മുൻ രഞ്ജി താരം S മനോജ് ചുമതലയേറ്റു. തൃപ്പൂണിത്തറ സ്വദേശിയായ മനോജ് കഴിഞ്ഞ സീസണിൽ ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ പരിചയസമ്പത്തിന് മുതൽക്കൂട്ടാവും. അഭിഷേക് മോഹനാണ് ബൗളിംഗ് കോച്ച്. കേരള അണ്ടർ-19 ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു അഭിഷേക്. മദൻ മോഹനെ ഫീൽഡിംഗ് കോച്ചായും തിരഞ്ഞെടുത്തു. അരുൺ റോയ്, AS ആശിഷ് എന്നിവരും ടീമിനൊപ്പമുണ്ട്. രാജു മാത്യു ആണ് മാനേജർ. ട്രിവാൻഡ്രം റോയൽസിന്റെ ഉടമസ്ഥയിലുള്ള പ്രൊവിഷൻ സ്പോർട്ട് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് സിനിമാ രംഗത്തു നിന്നുള്ള വലിയ പിന്തുണയുമുണ്ട്. പ്രിയദർശൻ, കല്യാണി പ്രിയദർശൻ, കീർത്തി സുരേഷ് എന്നിവരാണ് ഈ കമ്പനിയുടെ പിന്നിൽ. ഈ താരസാന്നിധ്യം ടീമിന് കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊടുക്കും. KCLൽ രണ്ടാം എഡിഷൻ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു പിടി ആവേശകരമായ മത്സരങ്ങൾ സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാംസൺ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നടത്തുന്ന പ്രകടനങ്ങളും S മനോജിന്റെ കീഴിൽ ട്രിവാൻഡ്രം റോയൽസ് എങ്ങനെ തിളങ്ങുമെന്നും കണ്ടറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ഈ സീസൺ കേരള ക്രിക്കറ്റിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കാം.